കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പോർട്ടൽ ഫ്രെയിമിൻ്റെ അനാലിസിസ് ബൈ യൂസിങ് പോർട്ടൽ ഫ്രെയിം മെത്തേഡായിരുന്നു. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് പോർട്ടൽ ഫ്രെയിമിൻ്റെ അനാലിസിസ് തന്നെയാണ്. മെത്തേഡിൻ്റെ പേര് കാൻഡിലിവർ മെത്തേഡ്. ഓക്കെ, ഇവിടെയും നമുക്ക് രണ്ട് അസംഷൻസ് ഉണ്ട്. ഒന്നാമത്തെ അസംഷൻ പഴയത് തന്നെയാണ്, സെയിം തന്നെയാണ്. പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഈസ് അറ്റ് ദി മിഡിൽ ഓഫ് ദി ഓൾ ദി മെമ്പേഴ്സ്. എല്ലാ മെമ്പേഴ്സിൻ്റെയും മിഡ് പോയിൻറ്റിൽ തന്നെയാണ് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ. നേരത്തെ മെത്തേഡിലും നമ്മൾ അത് തന്നെയായിരുന്നു, സെയിം അസംഷൻ തന്നെയായിരുന്നു നമ്മൾ ഫോളോ ചെയ്തത്. ഇനി രണ്ടാമത്തെ അസംഷനിൽ മാറ്റമുണ്ട്. ദി ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ആക്സിയൽ സ്ട്രെസ് ഇൻ ദി കോളം ഡ്യൂ ടു ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദി ഫ്രെയിം. അപ്പം നിങ്ങൾ ജസ്റ്റ് അത് വായിച്ച് നോക്കുമ്പോൾ ഒന്നും പെട്ടെന്ന് ക്ലിയർ ആവത്തില്ല. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്രെയിമിന് നമുക്കൊരു സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഫിഗർ ഒന്ന് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിമിൻ്റെ അനാലിസിസിനകത്ത് ആദ്യം ഈ ഒരു ഡോട്ടഡ് ലൈൻ കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ കൊണ്ട് അത് സിമെട്രിക്കലാണ്. കാരണം സെയിം നമ്മളിപ്പോൾ ഒരു സെൻട്രൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അതിൻ്റെ മിറർ ഇമേജ് തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് സിമെട്രിക്കൽ. ലോഡിങ് സിമെട്രിക്കൽ അല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഷേപ്പ് കൊണ്ട് നമ്മൾ ആ ഒരു ഫ്രെയിം സിമെട്രിക്കലാണ്. സോ അങ്ങനെ ഒരു സിമെട്രിക്കൽ ഫ്രെയിം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് അതിൻ്റെ മിഡിലിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ വേറെ ഏരിയയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് എല്ലാ മെമ്പേഴ്സിൻ്റെയും ഏരിയയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എല്ലാം സെയിം ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് സെൻട്രോയിഡ് മിഡിലിൽ തന്നെ ആയിരിക്കും. സോ അതാണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെൻട്രോയിഡൽ ആക്സിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എപ്പോഴും ഓരോ കോളത്തിൽ വരുന്ന ആക്സിയൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളത്തിൻ്റെ ആക്സിസിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ, റൈറ്റ് സൈഡിലേക്കുള്ള കോളത്തിലും 3 മീറ്ററാണ് ഡിസ്റ്റൻസ്. സോ രണ്ടും ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഇവിടെ ആക്സിസിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ്, ജസ്റ്റ് വാല്യൂ മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സൈൻ ചിലപ്പം ഡിഫറൻ്റ് ആയി ആവാം, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ. എന്തുകൊണ്ടാണ്? ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട് ആ ആക്സിസിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഒരു സിമെട്രിക്കൽ കേസിലാണ്. ഇനി വേണമെങ്കിൽ അടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇത് സിമെട്രിക്കൽ അല്ല, ഈ ഒരു ഫ്രെയിം സിമെട്രിക്കൽ അല്ല. ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഏകദേശം ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് ഓരോ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസും പലതാണ്. സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ആദ്യത്തെ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് 7 മീറ്റർ, രണ്ടാമത്തെ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് 7 - 4 3 മീറ്റർ, ഇവിടെ 2 മീറ്റർ, ഇവിടെ ടോട്ടൽ 8 മീറ്റർ. അപ്പം ഓരോ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ കോളത്തിലും കൂടി പാസ് ചെയ്ത് പോകുന്ന ആക്സിയൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ഇത് അൺസിമെട്രിക്കൽ ഫ്രെയിമിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. സിമെട്രിക്കൽ വരുമ്പോഴത്തേക്കും മിഡ് പോയിൻറ്റിൽ തന്നെ വരും. അൺസിമെട്രിക്കൽ ആകുമ്പോഴത്തേക്കും വാല്യൂ മാറി വരുമ്പോൾ നമുക്ക് ആക്സിസിൽ കൂടി പോകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂവും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് വ്യക്തത വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അസംഷൻസ് ആണ് നമ്മുടെ കാൻഡിലിവർ മെത്തേഡിൻ്റെ രണ്ട് അസംഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് അങ്ങ് പോവാം. പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്ന അനലൈസ് ദി ഫ്രെയിം ഷോൺ ഇൻ ദി ഫിഗർ യൂസിങ് കാൻഡിലിവർ മെത്തേഡ് ആൻഡ് ഡ്രോ ദി ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ഫിഗറിൽ ബീമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ, രണ്ട് കോളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററും 4 മീറ്ററും. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡിംഗ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലോഡിംഗ് 20 kN എ എന്ന് പറയുന്ന ജോയിൻറ്റിലും 40 kN സി എന്ന് പറയുന്ന ജോയിൻറ്റിലും ആക്ട് ചെയ്യുന്നുണ്ട്.
ഇത് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് എല്ലാം കണ്ടുപിടിച്ച് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അസംഷൻസ് ആണ്. എന്താണ്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഈസ് അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ഓൾ ദി മെമ്പേഴ്സ്. അപ്പം ഇവിടെ നമ്മൾ ഓരോ മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലായിരിക്കും. ഇവിടെ ആയിരിക്കും അതിൻ്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻസ് വരുന്നത്. ഇനി രണ്ടാമത്തെ അസംഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു അസംഷനിൽ നിന്നാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ സ്റ്റെപ്പുകളും ഇതിനെ ഫോളോ ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ആക്സിയൽ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യമേ സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കണം. ഇവിടെ സിമെട്രിക്കൽ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ 3 മീറ്ററിലങ്ങ് വരയ്ക്കാം. പക്ഷേ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട മെത്തേഡും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം മറ്റ് പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും നമ്മളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്ന കോളംസ് എ സി ആയാലും ബി ഡി ആയാലും ഈ കോളംസ് എല്ലാം ഇപ്പം എ ഇ ബി എഫ് എല്ലാ കോളംസിൻ്റെയും ഏരിയ തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏരിയ എല്ലാം സെയിം ആയിട്ട് എടുക്കാം. സോ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഓൾ ദി കോളംസ് ആർ ടേക്കൺ ആസ് സെയിം. സോ A1 is equal to A2 is equal to A. A1 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കോളത്തിൻ്റെ A1, രണ്ടാമത്തെ കോളത്തിൻ്റെ A2 ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി എന്താണ് x1ഉം x2 എന്ന് പറയുന്നത്? ഞാൻ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ നിന്നാണ്. നിങ്ങൾക്ക് തിരിച്ചും എടുക്കാം, അപ്പം ഡിസ്റ്റൻസ് മാറും. ഏതായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നോ. ഞാനിപ്പം ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ലെഫ്റ്റ് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ എ സി എന്ന് പറയുന്ന കോളത്തിലായിരിക്കും ആദ്യം ഞാൻ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും എൻ്റെ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എക്സിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്നും ഒന്നാമത്തെ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x1, രണ്ടാമത്തെ കോളത്തിലേക്ക് ഡിസ്റ്റൻസ് x2. അതുപോലെ ഇനി വേറെ കോളംസ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കോളത്തിലേക്ക് x3, x4 എക്സെട്ര അങ്ങനെ പോകും. അതാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസ് തന്നെയാണ്. കോർഡിനേറ്റ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്നുള്ള ഓരോ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x1, x2 എക്സെട്ര. സോ സെൻട്രോയിഡൽ ആക്സിസ് എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ബാർ ഈസ് ഈക്വൽ ടു A1 x1 plus A2 x2 plus A3 x3 plus A4 x4 etc. divided by all the areas A1 plus A2 plus A3 etc. ഇവിടെ ഇപ്പോൾ നമുക്ക് ആകെ 2 കോളംസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ A1ഉം A2ഉം മാത്രം എടുത്തത്. അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ ഇക്വേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും. സെൻട്രോയിഡ് കണ്ടുപിടിക്കുക, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, സോ ആദ്യത്തെ കോളത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സെയിം തന്നെയാണ് എ. ആദ്യത്തെ കോളം നമ്മുടെ കോർഡിനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഈസ് 0 പ്ലസ് രണ്ടാമത്തെ കോളത്തിൻ്റെ ഏരിയയും എ ആണ്. അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാം. ഇവിടുന്ന് 6 മീറ്റർ ഡിസ്റ്റൻസിലാണ് രണ്ടാമത്തെ കോളം. സോ x2 ഈസ് 6 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 A പ്ലസ് A. സോ 6A ബൈ 2A നമുക്ക് 3 മീറ്റർ കിട്ടും. ദാറ്റ് ഈസ് എക്സ് ബാർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ ഫ്രം ദി ഒറിജിൻ. നമ്മൾ ഒറിജിൻ ഇവിടെ അല്ലേ കൺസിഡർ ചെയ്ത ഒറിജിൻ. അപ്പോൾ ഒറിജിനിൽ നിന്ന് 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് എക്സ് ബാർ. സോ ഞാൻ ആ എക്സ് ബാർ ഡോട്ടഡ് ലൈനായിട്ട് വരച്ചു. ഇത് നമുക്കറിയാം നമ്മുടെ അസംഷൻ അനുസരിച്ച് സെൻട്രോയിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ സെൻട്രോയിഡിൽ നിന്നും ഒന്നാമത്തെ കോളത്തിലേക്ക് ഡിസ്റ്റൻസ് എത്ര വരും? x1 എന്ന് പറയുന്നത് x1 ബാർ എന്ന് പറയുന്നത് സെൻട്രോയിഡിൽ നിന്നും ഒന്നാമത്തെ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 3 മീറ്റർ. ഇനി എക്സ് ബാറിൽ നിന്നും രണ്ടാമത്തെ കോളത്തിലുള്ള ഡിസ്റ്റൻസ് ആണ് x2 ബാർ. അതെത്രയാണ്? അതും 6 മൈനസ് 3 മീറ്റർ. സോ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് 2 കോളത്തിൽ നിന്നും 3 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ അസംഷൻ അനുസരിച്ച് കോളത്തിൽ കൂടി ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ആക്സിയൽ സ്ട്രെസ് ആണ്. ആക്സിയൽ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ്. ഞാൻ സ്ട്രെസ്സിന് നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ എന്ന് നമുക്കറിയാം.
ഫോഴ്സ് ബൈ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ബാർ. ഇനി ഞാൻ ആദ്യത്തെ ടോപ്പ് സ്റ്റോറി എടുക്കുകയാണ്. ടോപ്പ് സ്റ്റോറി എടുക്കുമ്പോൾ ഇതാണ് ടോപ്പ് സ്റ്റോറി. ടോപ്പ് സ്റ്റോറി എപ്പോഴും നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ, അതായത് മിഡ് പോയിന്റ് വരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആ പോയിന്റിന് ഞാൻ ഇവിടെ നമ്മൾ O1, ഇത് O2, ഇത് O3, അതായത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചേഴ്സിൻ്റെ പോയിൻറ്റ്സ് ആണ് O1, O2, O3. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. അത്രയും ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ ടോപ്പ് സ്റ്റോറി കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കറിയാം ഫോഴ്സ് ആക്ടിങ് അറ്റ് AC, FAC ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. എല്ലാ കോളംസിനും ഏരിയ സെയിം ആണ്. A സ്മോൾ a ഈസ് പ്രൊപ്പോർഷണൽ ടു x1 ബാർ. x1 ബാർ എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നും ആദ്യത്തെ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x1 ബാർ. ഓക്കെ, ഇനി ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് ഞാനൊരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു k. സോ FAC ഡിവൈഡ് ബൈ A ഈസ് ഈക്വൽ ടു k ഇൻറ്റു x1 ബാർ. സോ ഇതിൽ നിന്ന് നമുക്ക് k എന്ത് കിട്ടി? FAC ബൈ A ഇൻറ്റു x1 ബാർ എന്ന് കിട്ടി. സിമിലർലി രണ്ടാമത്തെ കോളം കൺസിഡർ ചെയ്യുമ്പം FBD ബൈ A ഈസ് ഈക്വൽ ടു k ഇൻറ്റു x2 ബാർ. അതിൽ നിന്ന് നമുക്ക് k എന്ന് പറയുന്നത് FBD ബൈ A ഇൻറ്റു x2 ബാർ എന്ന് കിട്ടി. അപ്പം കെയ്ക്ക് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇക്വേറ്റ് ചെയ്യുമ്പം FAC ബൈ A ഇൻറ്റു x1 ബാർ ഈസ് ഈക്വൽ ടു FBD ബൈ A ഇൻറ്റു x2 ബാർ. ഈ ഒരു കേസിൽ നമുക്ക് ഏരിയയും സെയിം ആണ്, x1 ബാറും x2 ബാറും സെയിം ആണ്. സോ അത് രണ്ടും ക്യാൻസലായി പോവും. നമുക്ക് എന്ത് കിട്ടി? FAC ഈസ് ഈക്വൽ ടു FBD എന്ന് കിട്ടി. അപ്പം AC എന്ന് പറയുന്ന കോളത്തിൽ കൂടി ആക്ട് ചെയ്യുന്ന ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത് BD എന്ന് പറയുന്ന കോളത്തിൽ കൂടി ആക്ട് ചെയ്യുന്ന ആക്സിയൽ ലോഡിന് ഇക്വലൻ്റ് ആണ്. ഇക്വലൻ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് സെയിം, സൈൻ നമുക്കറിയില്ല. ഓക്കെ, ഇനി അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫിഗറിനകത്തുനിന്ന് നമ്മൾ മൊമെൻറ്റ് ഇക്വേറ്റ് ചെയ്യാൻ പോകും. മൊമെൻറ്റ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ടേക്കിംഗ് മൊമെൻറ്റ് ഇക്വിലിബ്രിയം എബൌട്ട് ദി പോയിൻറ്റ് O2 എന്ന് പറയുന്ന പോയിൻറ്റിന് അബൌട്ടായിട്ട് ഞാൻ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് 20 kN ആക്ട് ചെയ്യുന്നത് 2 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഈ ഒരു പോയിൻറ്റ് നമ്മൾ സെൻട്രൽ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 × 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ 20 × 2 ക്ലോക്ക് വൈസ്. ഇനി FBD × 6 മീറ്റർ, ഇത് 6 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. FBD × 6 മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ മൈനസ് FBD × 6 ഈസ് ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്യുമ്പോൾ FBDയുടെ വാല്യൂ എനിക്ക് 6.67 പോസിറ്റീവ് വാല്യൂ കിട്ടും. സോ 6.67 പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഞാനതിന് അപ്വേർഡ് എടുത്തു. ഓക്കെ, 6.61 പോസിറ്റീവ് കിട്ടും. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് അപ്വേർഡ് ഡയറക്ഷൻ. ഇനി നമുക്കറിയാം ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുക്കുമ്പം FAC പ്ലസ് FBD ഈസ് ഈക്വൽ ടു 0. കാരണം ഇവിടെ വെർട്ടിക്കൽ ലോഡ്സ് ഒന്നുമില്ല, ആകെ ഉള്ളത് ഹൊറിസോണ്ടൽ ലോഡാണ്. സോ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്മ V ഈസ് ഈക്വൽ ടു 0 എടുത്ത് കഴിയുമ്പോഴത്തേക്കും FAC പ്ലസ് FBD ഈക്വൽ ടു 0. സോ FAC എന്ന് പറയുന്നത് മൈനസ് 6.67 വരും. സോ ദാറ്റ് ഈസ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇത് നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ട കാര്യമില്ല, 6.67 ഡൗൺവേർഡ് എന്നങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം FBDയും FACയും കണ്ടുപിടിച്ചത് ക്ലിയർ ആയത് നിങ്ങൾക്ക്? മൊമെൻറ്റ് ഇക്വിലിബ്രിയം O2 എബൌട്ടായിട്ട് മൊമെൻറ്റ് ഇക്വിലിബ്രിയം എടുക്കും. മൊമെൻറ്റ് ഇക്വിലിബ്രിയം എടുക്കുമ്പോഴത്തേക്കും FBD എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ വന്നു, FAC എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ വന്നു. 6.67 kN. ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടെ പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ രണ്ടാമത്തെ അസംഷനാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ അസംഷൻ അനുസരിച്ച് സ്ട്രെസ്, ഓരോ കോളത്തിലും ആക്ട് ചെയ്യുന്ന ആക്സിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ നമുക്കറിയാം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ആക്സിയൽ ഫോഴ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. ആ ഒരു കോളത്തിൽ കൂടി ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഫോഴ്സ് ബൈ ഏരിയ ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ബാർ. ഇനി ഓരോ കോളം ഞാൻ കൺസിഡർ ചെയ്യണം. ആദ്യം ടോപ്പ് സ്റ്റോറി എടുക്കും. ടോപ്പ് സ്റ്റോറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ വരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം എപ്പോഴും ഈ ഒരു കോളത്തിൻ്റെ ആക്ട് ചെയ്യുന്ന, അതായത് ആക്സിയൽ ഓക്കെ, ശ്രദ്ധിക്കുക, ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു കോളത്തിൻ്റെ
മിഡ് പോയിന്റിൽ നിന്ന് മുകളിലോട്ടും മിഡ് പോയിന്റിൽ നിന്ന് താഴോട്ടും ആയിരിക്കും എപ്പോഴും ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്റർ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ മതി. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ വരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ മൊത്തം 4 മീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 2 മീറ്റർ വരെ എടുത്താൽ മതി. ഇത് O2, ഇത് O1, ഇത് O3. ഇതെന്ന് പറയുന്നത് എല്ലാം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചേഴ്സ് ആണ്. ഇനി നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. നമ്മൾ എല്ലാ കോളത്തിൻ്റെയും ഏരിയ എ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സ്മോൾ എ എന്നാണ് എല്ലാ കോളത്തിൻ്റെ ഏരിയ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ FAC ബൈ സ്മോൾ എ. നമ്മൾ ആദ്യത്തെ കോളമാണ് FAC. FAC ബൈ ഇതാണ് FAC എന്ന് പറയുന്ന കോളം. FAC ബൈ സ്മോൾ എ ഈസ് പ്രൊപ്പോർഷണൽ ടു x1 ബാർ. എപ്പോഴും നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് സ്മോൾ k എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് k? k ഈസ് ഈക്വൽ ടു FAC ബൈ a ഇൻറ്റു x1 ബാർ. ഇനി രണ്ടാമത്തെ കോളം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം രണ്ടാമത്തെ കോളത്തിൽ നിന്ന് സെൻട്രോയിഡൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ x2 ബാർ ആണ്. സോ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി വീണ്ടും ഞാൻ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ k ഈസ് ഈക്വൽ ടു FBD ബൈ a ഇൻറ്റു x2 ബാർ. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് ഈക്വേഷൻസ് രണ്ടും ഈക്വേറ്റ് ചെയ്യാം. FAC ബൈ a ഇൻറ്റു x1 ബാർ ഈസ് ഈക്വൽ ടു FBD ബൈ a ഇൻറ്റു x2 ബാർ. ഏരിയ രണ്ടും സെയിം ആണ്, അത് ക്യാൻസലായി പോവും. x1 ബാറും x2 ബാറും ഈക്വൽ ആണ് 3 മീറ്റേഴ്സ്, അത് രണ്ടും ക്യാൻസലായി പോവും. സോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? FAC ഈസ് ഈക്വൽ ടു FBD എന്ന് കിട്ടും. എപ്പോഴും നമ്മൾ ഈ ഇക്വേഷനിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, സൈൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്ത് വരാം. പക്ഷേ നമുക്ക് ആ കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് മൊമെൻറ്റ് ഇക്വേറ്റ് ചെയ്യും. മൊമെൻറ്റ് ഈസ് ടേക്കൺ എബൌട്ട് ദി പോയിൻറ്റ് O2. O2 എന്ന് പറയുന്ന ആ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ O2 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ മൊമെൻറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ പോയിന്റ് നമ്മൾ സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്താൽ 20 kN ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ. സോ അത് ഏത് ഡയറക്ഷനിലാണ്? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ 20 × 2 ക്ലോക്ക് വൈസ്. ഇനി FAC കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് നമ്മുടെ ആ പോയിന്റിൽ കൂടി തന്നെ പാസ് ചെയ്ത് പോകുന്നു. ഇനി FBD കൺസിഡർ ചെയ്യുമ്പോൾ FBD ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ. സോ അത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, മുകളിലോട്ട് പോകണം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ മൈനസ് FBD × 6 ഈസ് ഈക്വൽ ടു 0. സോ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് FBDയുടെ വാല്യൂ എന്ന് പറയുന്നത് 40/6 എന്ന് വരും. 40/6 6.67. ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. നമ്മൾ പോസിറ്റീവ് വാല്യൂ വരുമ്പോഴത്തേക്കും എപ്പോഴും അപ്വേർഡായിട്ട് എടുക്കും. ഓക്കെ, FBD പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ അപ്വേർഡ് ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമുക്കറിയാം വെർട്ടിക്കൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്മ V = 0 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും FAC പ്ലസ് FBD = 0. കാരണം ഇവിടെ വേറെ വെർട്ടിക്കൽ ഫോഴ്സസ് ഒന്നുമില്ല. FAC പ്ലസ് FBD = 0. സോ FAC ഈസ് ഈക്വൽ ടു -6.67 വരും. -6.67 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 6.67 kN ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ ആണോ? ഓക്കെ ആൻസർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ടോപ്പ് സ്റ്റോറി കൺസിഡർ ചെയ്തപ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. ഇനി ഇതേപോലെ തന്നെ ഒരു ആക്സിയൽ ഫോഴ്സ് ബോട്ടം സ്റ്റോറിയിലും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോട്ടം സ്റ്റോറിയിൽ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ടോപ്പ് സ്റ്റോറി ഫുള്ളായിട്ട് എടുക്കും, ബോട്ടം സ്റ്റോറിയുടെ പകുതി, അതായത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ വരെ മാത്രം എടുക്കും. സോ മുകളിലത്തെ സ്റ്റോറിക്ക് 4 മീറ്റർ ഉണ്ട്, രണ്ടാമത്തെ 2 മീറ്റർ വരെ കൺസിഡർ ചെയ്താൽ മതി. കാര്യം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷറിന് മുകളിലോട്ടും താഴോട്ടും ആയിരിക്കും നമ്മുടെ ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാം ഇതുപോലെ നമ്മൾ ഡിസ്റ്റൻസും ഏരിയയും വെച്ച് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCE ഈസ് ഈക്വൽ ടു FDF എന്ന് കിട്ടും. ഈ സ്റ്റെപ്സ് അങ്ങ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് FCE ഈസ് ഈക്വൽ ടു FDF എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് O5 എന്ന് പറയുന്നത് താഴത്തെ കോളത്തിൻ്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ആണ്, സെൻറ്റർ പോയിൻ്റ് ആണ്, മിഡ് പോയിൻ്റ് ആണ് O5. സോ ടേക്കിംഗ് മൊമെൻറ്റ് ഇക്വിലിബ്രിയം അബൌട്ട് O5. സോ ഇവിടെ നമുക്കറിയാം 20 kN എന്ന് പറയുന്നത്
4 + 2 6ലാണ് ആക്ട് ചെയ്യുന്നത്. സോ 20 × 6. ഇനി 40 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നത് 2 മീറ്റർ ഹൈറ്റിലാണ്. സോ 40 × 2. ഇത് രണ്ടും ക്ലോക്ക് വൈസ് മൗണ്ട് ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. ഇനി FDF ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ. അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൗണ്ട് ആയതുകൊണ്ട് നെഗറ്റീവ്. -FDF × 6 = 0. സോ എന്ത് വരും? FDFൻ്റെ വാല്യൂ എന്ത് വരും? ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 33.33 kN അപ്വേർഡ്സ് എന്ന് വരും. പോസിറ്റീവ് ആയതുകൊണ്ട് അപ്വേർഡ്സ് എന്ന് വരും. ഇത് നമുക്കറിയാം, ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സസ് ഒന്നുമില്ല വേറെ. സോ FCE + FDF ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് FCE നമുക്ക് എന്ത് കിട്ടും? -33.33 kN കിട്ടും. ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ സർ. സംശയമുള്ളവർ ആദ്യമേ ചോദിക്കുക. സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാമല്ലോ. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഈ ആക്സിയൽ ഫോഴ്സും ഷിയർ ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. കോളത്തിൽ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സും അതിന് തൊട്ട് മുകളിൽ ഉള്ള ബീമിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സും എപ്പോഴും സെയിം ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ആ ഒരു കോളത്തിൽ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സും അതിൻ്റെ തൊട്ട് മുകളിലത്തെ ബീമിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈക്വൽ മീൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ആ ഫിഗറിലോട്ടൊന്ന് പോവാം. ഇപ്പോൾ ഇവിടെ നമുക്ക് FAC എന്ന് പറയുന്നത് നോക്കാം. FAC എന്ന് പറയുന്നത് 6.67 ഡൗൺവേർഡ്സ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഈ ഫിഗറിൽ അവരത് കാണിച്ചില്ല. ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ ഫിഗറിലോട്ടൊന്ന് പോവാം. ആ ഒരു ഫിഗറിൽ അവരത് കാണിച്ചിട്ടില്ല. ഈ ഒരു ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് കുറച്ചും കൂടി കട്ടിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കുറച്ച് അനാലിസിസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും കാണുന്നുണ്ട്, ഫിഗർ കാണുന്നുണ്ട് എല്ലാവരും? കാണാം സർ. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു മുകളിലത്തെ കോളം അനലൈസ് ചെയ്തപ്പോൾ ഫോഴ്സ് ഇൻ AE എന്ന് പറയുന്നത് 1 kN ഡൗൺവേർഡ്സ് ആണ് കിട്ടിയത്. ഓക്കെ. ഇവിടെ നമ്മുടെ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഞാൻ ഈ കൈ കാണിച്ചിരിക്കുന്ന ഈ സ്ഥലത്താണ് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ, ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ. അപ്പം FAE എന്ന് പറയുന്നത് 1 kN ഡൗൺവേർഡ്സ് കിട്ടിയാൽ അത് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ചറിൻ്റെ താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾ SA 2-നകത്ത് നമ്മൾ ട്രസ്സൊക്കെ അനലൈസ് ചെയ്തപ്പോൾ ഇതിന് പറയുന്നത് എന്താണ്? ടെൻഷനാണോ കംപ്രഷനാണോ?
ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിന് താഴോട്ട് ആക്ട് ചെയ്യുന്നു. പോയിന്റ് ഓഫ് കോൺട്രാ നമ്മൾ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ AE ആക്ടിങ് ഡൗൺവേർഡ്സ് എന്നാണ് കിട്ടിയത്. അപ്പോൾ 1 kN ഡൗൺവേർഡ്സ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷന് താഴോട്ടായിരിക്കും 1 kN ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ AB എന്ന് പറയുന്ന ബീമിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ABയുടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം ABയിൽ 1 kN ഡൗൺവേർഡ്സ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ, അതായത് FBA എടുക്കുമ്പോൾ 1 kN അപ്വേർഡ്സ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബീം എടുക്കുമ്പോൾ FAE ഏതായിരുന്നു അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചിന്തിക്കാം. FAEയുടെ ഇനിഷ്യൽ വാല്യൂ മൈനസ്, അതായത് ഡൗൺവേർഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബീമിലും ഡൗൺവേർഡ്സ് ആണ്. അത്രയും അങ്ങ് മനസ്സിലാക്കിയാൽ മതി. FAE ഡൗൺവേർഡ്സ് ആണെങ്കിൽ ബീമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് FAB എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആയിരിക്കും, FBA എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ബീം വരുമ്പോഴുള്ള കേസ്, ഇത് ശരിക്കും നമുക്ക് അവിടെ ആവശ്യമില്ല, ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ ബീം അതായത് BC വരുമ്പോൾ 1.43 എങ്ങനെ വന്നു? 1.43 എന്ന് പറയുന്നത് ആദ്യത്തെ കോളത്തിലെ 1 kN രണ്ടാമത്തെ കോളത്തിലെ 0.43 കൂടി ആഡ് ചെയ്താലാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ആദ്യത്തെ കോളത്തിലെ 1 kN രണ്ടാമത്തെ കോളത്തിലെ 0.43 കൂടി ആഡ് ചെയ്യുമ്പോൾ 1.43 എന്ന് പറയുന്നതാണ് BCയിൽ വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും CBയിൽ വരുന്നത്. ഇനി അടുത്ത ബീമിലെ വാല്യൂ എന്ന് പറയുന്നത് 1 kN ഡൗൺവേർഡ്സ്, 0.43 ഡൗൺവേർഡ്സ്, 0.29 അപ്വേർഡ്സ് ആണ്. സോ 1.43യുടെ കൂടെ 0.29 കുറയ്ക്കണം. സോ 1.14 കിട്ടും. ഇങ്ങനെയാണ് ഓരോ കോളവും ബീമും തമ്മിൽ കമ്പയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇനിഷ്യൽ പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ കേസിൽ FAC എന്ന് പറയുന്നത് 6.67 ഡൗൺവേർഡ്സ് ആണ്. FBD എന്ന് പറയുന്നത് 6.67 അപ്വേർഡ്സ്. അപ്പം നമ്മുടെ ആക്സിയൽ ഫോഴ്സ് ഇൻ AC എന്ന് പറയുന്നത് ഷിയർ ഇൻ ബീം AB. ഇവിടെ നമ്മൾ സൈൻ സെയിം ആയിട്ട് അങ്ങ് എടുത്താൽ മതി, കാരണം നമ്മൾ ആക്സിയൽ ഫോഴ്സ് താഴോട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യട്ടെ. ജസ്റ്റ് ആക്സിയൽ ഫോഴ്സ് ACയിൽ എന്താണോ കിട്ടുന്നത് ആ സെയിം സംഭവം തന്നെ നമ്മൾ ഷിയർ ഇൻ AB അങ്ങ് എടുത്താൽ മതി. ഇനി ഷിയർ ഇൻ BA എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? AB പോർഷനിൽ 6.67 ഡൗൺവേർഡ്സ്, BA പോർഷനിൽ 6.67 അപ്വേർഡ്സ്. ഇതാണ് ബീമിലുള്ള ഷിയർ ഫോഴ്സ്. ഓക്കെ, ഇനി ബോട്ടം രണ്ടാമത്തെ ബീമിൽ, അതായത് CD പോർഷൻ, CD പോർഷൻ വരുമ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ രണ്ട് കോളംസ് ഉണ്ട്, ACയും ഉണ്ട് CFും ഉണ്ട്. ഇത് CF ആണ്. അപ്പോൾ ACയിലൊരു ആക്സിൽ ലോഡുണ്ട്, CFിലൊരു ആക്സിൽ ലോഡുണ്ട്. ഓൾറെഡി ACയിലെ ആക്സിൽ ലോഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് ടോപ്പ് ബീം എടുത്തു കഴിഞ്ഞു. ഇനി ബാലൻസ്, അതായത് ഇവിടെ നമുക്ക് DFൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത്, സിയിൽ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 33.33 kN ഡൗൺവേർഡ്സ് ആണ്. ഓക്കെ, സോ ഷിയർ ഇൻ ബീം CD എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സ് ഇൻ CE മൈനസ് ആക്സിയൽ ഫോഴ്സ് ഇൻ AC ആണ്. സോ 33.33 മൈനസ് 6.61 26.66. ഇത് ആക്ച്വലി നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം, അതായത് നമ്മുടെ പോർട്ടൽ ഫ്രെയിം മെത്തേഡിൻ്റെ ഒരു റിവേഴ്സ് മെത്തേഡാണിത്. പോർട്ടൽ ഫ്രെയിം മെത്തേഡിൽ നമ്മളിത് ആഡ് ചെയ്തായിരുന്നു പോകുന്നത്. കാരണം നമ്മൾ ബീമിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ കോളത്തിലെ ആക്സിൽ ലോഡ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. എന്താണ്?
ഇവിടെ ആക്സിയൽ ലോഡ് 6.67 ഉള്ളത് ഓൾറെഡി ബീം എ ബി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാലൻസ് മാത്രം ബീം സി ഡി എടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ 33.33യിൽ നിന്നും 6.67 കുറച്ചിട്ട് ഇവിടെ എഴുതുന്നത്. സോ 6.67 ഇവിടെ വരും, ഇവിടെ 26.67 വരും. ആക്ച്വലി റിവേഴ്സായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 6.67ൻ്റെയും ഈ 26.67ൻ്റെയും സമ്മ്, കാരണം ബീമിൻ്റെ ലോഡല്ലേ കോളം എടുക്കുന്നത്. സോ ഈ ബീമിൻ്റെയും സമ്മേഷൻ ആയിരിക്കും ഈ കോളം എടുക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും കൺസെപ്റ്റ്. ഇത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ 33.33യിൽ നിന്ന് 6.67 കുറച്ച് ഞാൻ ഇവിടെ എഴുതിയത്. നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബീമിൻ്റെ ഷിയറും ഈ കോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ടോട്ടലായിരിക്കും ഈ കോളത്തിൽ വരുന്നത്. നമ്മളിവിടെ റിവേഴ്സാണ് ചെയ്യുന്നത്. 33.33യിൽ നിന്ന് 6.67 മൈനസ് ചെയ്തിട്ട് ബീമിൻ്റെ ഷിയറായിട്ട് എഴുതി. സോ ആ വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയ എല്ലാവർക്കും? ഗേൾസ് ആരും ഒന്നും മിണ്ടുന്നില്ല. പെൺകുട്ടികളാരും ഒന്നും മിണ്ടുന്നില്ല. ശ്രുതി ആണോ? അഞ്ജിത? ആഡ്ലി? ക്ലിയർ ആണ് സർ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എല്ലാവരും ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് പോവുക. ഓക്കെ, അപ്പം ആക്സിയൽ ഫോഴ്സ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഓരോ ബീമിലെയും ഷിയർ ഫോഴ്സ്. ഇതൊരു സിമ്പിൾ കേസാണ്. നമ്മൾ അടുത്ത കേസ് വരുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇത് ക്ലിയർ ആണല്ലോ? അപ്പം ആക്സിയൽ ഫോഴ്സിൽ നിന്നും നമ്മൾ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇനി ബീമിൻ്റെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ പിന്നെ അടുത്ത എന്താണ്? ബീമിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കും. ബീമിൽ ഷിയർ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബീമിൻ്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം, ബീമിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? MAB എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്ന AB എന്ന് പറയുന്ന ബീം വരച്ചു. ഇവിടെ ഞാൻ റിയാക്ഷൻസ് വരച്ചു. നമുക്കറിയാം ബീമിൻ്റെ ഷിയർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ 6.67 ഡൗൺവേർഡ്സും റൈറ്റ് സൈഡിൽ 6.61 അപ്വേർഡ്സുമാണ്. ഈ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്ത് ഞാൻ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കും. ദാറ്റ് മീൻസ് A ഇൻറ്റു AO1 ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുക. സോ 6.67 ഇൻറ്റു 3. നമ്മൾ നേരത്തെ P ഇൻറ്റു H/2 എടുത്തില്ലേ? അതുപോലെ തന്നെയാണ് അവിടെ P ഇൻറ്റു H/2 എടുക്കുമ്പോഴത്തേക്കും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് എടുത്തത്. ഇവിടെ നമുക്ക് ഇവിടുന്ന് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഡൗൺവേർഡ്സ് ആണ്. അപ്പം ക്ലോക്ക് വൈസ് മൊമെൻറ്റാണ് വരുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് എടുത്താൽ മതി. സോ 6.61 ഇൻറ്റു ഹാഫ് ഡിസ്റ്റൻസ് 3 ആണ്, 20 വരും. സോ MAB എന്ന് പറയുന്നത് നമുക്ക് 20 വരും. ഇനി B എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ 6.61 അപ്വേർഡ്സ് ആണ്. സോ 6.61 ഇൻറ്റു 3, അതും ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്കും അതും 20 കിലോമീറ്റർ. സോ MAB എന്ന് പറയുന്നതും MBA എന്ന് പറയുന്നതും 20 കിലോമീറ്റർ മീറ്റർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബീം എടുക്കുമ്പോഴത്തേക്കും അവിടെയും ഇതുപോലെ തന്നെയാണ്. MCD എന്ന് പറയുന്നതും 26.67 ഇൻറ്റു 3 ക്ലോക്ക് വൈസ്. DC എന്ന് പറയുന്നതും 26.67 ഇൻറ്റു 3 ഇറ്റ് ഈസ് ഓൾസോ ക്ലോക്ക് വൈസ്. അത് രണ്ടും 80 കിലോമീറ്റർ മീറ്റർ ക്ലോക്ക് വൈസ് കിട്ടും. സോ നമുക്ക് ബീമിൻ്റെ ഷിയർ ഉണ്ടായിരുന്നു. ബീമിൻ്റെ ഷിയറിൽ നിന്ന് ഞാൻ ബീമിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം ബീമിൻ്റെ മൊമെൻറ്റും കോളത്തിൻ്റെ മൊമെൻറ്റും തമ്മിൽ റിലേഷൻ എന്താണത്? പറയാമോ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. ബീമും കോളവും വരുന്ന ആ ജോയിൻറ്റിൽ എന്താണ് പ്രത്യേകത? ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേത് ആന്റി ക്ലോക്ക് വൈസ്. അത് ഒരു സിംഗിൾ കോളോ ഒരു സിംഗിൾ ബീമും വരുന്ന കേസിലാണ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും വരുന്നത്. അതല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ആ ജോയിൻറ്റിൽ മൊമെൻറ്റ് എപ്പോഴും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അറ്റ് എ ജോയിൻറ്റ് ദ മൊമെൻറ്റ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം.
അപ്പോൾ ഞാൻ ഒന്നാമത്തെ ജോയിൻറ്റ് എ എന്ന് പറയുന്ന ജോയിൻറ്റ് എടുക്കുകയാണ്. എ എന്ന് പറയുന്ന ജോയിൻറ്റ് ഇവിടെയാണ്. എ എന്ന് പറയുന്ന ജോയിൻറ്റ് നമുക്ക് ആകെ ഒരു ബീമും ഒരു കോളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പോസിറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരണം. സോ നോക്കി, എ എന്ന് പറയുന്ന ജോയിൻറ്റ് എടുക്കുമ്പോൾ മൊമെൻറ്റ് അബൌട്ട് എ ഷുഡ് ബി 0. സോ MAB പ്ലസ് MAC ഈസ് ഈക്വൽ ടു 0. MAB എന്ന് പറയുന്നത് MACയുടെ ഓപ്പോസിറ്റ് സൈനാണ്. സോ മൈനസ് വന്നു. ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വന്നു. അതുപോലെ ജോയിൻറ്റ് ബി എടുക്കുമ്പോഴോ, ജോയിൻറ്റ് ബി എടുക്കുമ്പോഴത്തേക്കും അവിടെയും ഇങ്ങനെ തന്നെയാണ്. സോ അവിടെയും ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വന്നു. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആണെങ്കിൽ ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് തന്നെ ആയിരിക്കും. ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആണെങ്കിൽ ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് തന്നെ ആയിരിക്കും. അതാണ് MAC എന്ന് പറഞ്ഞാൽ -20 ആണെങ്കിൽ MCAയും -20 തന്നെ ആയിരിക്കും. MBD -20 ആണെങ്കിൽ MDBയും -20 തന്നെ ആയിരിക്കും. അത് ജോയിൻറ്റ് എയും ജോയിൻറ്റ് ബിയുടെയും ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തപ്പോൾ. ഇനി നമുക്കറിയാം രണ്ടാമത്തെ ജോയിൻറ്റ് സിയും ഡിയും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 2 കോളവും ഒരു ബീമുമാണുള്ളത്. സോ ജോയിൻറ്റ് സിയുടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം MAC ഉണ്ട്, MCD ഉണ്ട്, MCE ഉണ്ട്. MAC നമുക്ക് എത്ര കിട്ടി ഓൾറെഡി? MAC നമുക്ക് ഇവിടെ -20 എന്ന് കിട്ടി. -20. MCD നമുക്ക് 18 എന്ന് കിട്ടി. MCE ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് MCE എന്ന് പറയുന്നത് -60 kN/m കിട്ടും. MCE -60 kN/m ആണെങ്കിൽ MECയും -60 ആയിരിക്കും. അതുപോലെ തന്നെ മറ്റെഴുതും. അപ്പോൾ ഇവിടെ MCE എന്ന് പറയുന്നത് -60 ആണെങ്കിൽ ഇവിടെയും MEC എന്ന് പറയുന്നത് -60 ആയിരിക്കും. സിമിലർലി ഇവിടെ MDF എന്ന് പറയുന്നത് -60 ആണെങ്കിൽ ഇവിടെ MFDയും -60 ആയിരിക്കും. MDFും MFDയും -60 ആയിരിക്കും. സോ ബീമിൻ്റെ മൊമെൻറ്റിൽ നിന്നും നമ്മൾ കോളത്തിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി കോളത്തിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളത്തിൻ്റെ ആക്സിയൽ ഫോഴ്സിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കോളത്തിൻ്റെ ആക്സിയൽ ഫോഴ്സിൽ നിന്നാണ്. പക്ഷേ നമുക്ക് കോളത്തിൻ്റെ ഷിയർ ഫോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ കോളത്തിൻ്റെ ഹൊറിസോണ്ടൽ ഷിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോളത്തിൻ്റെ മൊമെൻറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോളത്തിൻ്റെ ഹൊറിസോണ്ടൽ ഷിയർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനാദ്യം ഞാൻ AC പോർഷൻ എടുത്തു. AC പോർഷൻ പോർഷനിൽ നമുക്കറിയാം നമുക്ക് ഷിയറാണ് കണ്ടുപിടിക്കാനുള്ളത്. FACയും FCAയും കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ ഒരു -20 kN ഉണ്ട്, ഇവിടെയും ഒരു -20 ഉണ്ട്. 4 മീറ്റർ ഹൈറ്റ്. ഇവിടെയും മൊമെൻറ്റ് അബൌട്ട് A ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്, σMA. സോ നമുക്കറിയാം FAC എന്ന് പറയുന്നത് അതിൽ കൂടെ പാസ് ചെയ്ത് പോവാണ്. FCA × 4. FCA × 4 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് FCA × 4. ഇനി 20യും 20യും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ -20 -20 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് FCA നമുക്ക് എത്ര കിട്ടും? 10 kN കിട്ടും. അപ്പം FCA എന്ന് പറയുന്നത് 10 kN. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന സൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് സെയിം ഡയറക്ഷൻ. സോറി, ഈ ഒരു സൈൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. സോ പോസിറ്റീവ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. ഇനി ഇവിടെ നെഗറ്റീവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, അപ്പം FCA എന്ന് പറയുന്നത് 10 kN ലെഫ്റ്റ് സൈഡിലേക്ക് കിട്ടി. ഇനി FCA പ്ലസ് FAC എന്ന് വെച്ചാൽ 0 ആണ്. കാരണം ഇവിടെ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും കാണിക്കുന്നില്ല. FCA പ്ലസ് FAC ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് FCA എന്ന് പറയുന്നത് FAC ആണ്. FAC എന്ന് പറഞ്ഞത് -10 കിട്ടും. ഇവിടെ ചെറിയൊരു കറക്ഷനുണ്ട്. FCA എന്ന് പറയുന്നത് 10 kN, FAC ആണ് -10. ഓക്കെ, അപ്പോൾ FACയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. സിമിലർലി കൺസിഡറിങ് FBDയും സെയിം തന്നെയാണ്. 20 kN ആൻറ്റി ക്ലോക്ക് വൈസ്, ഇവിടെയും 20 kN ആൻറ്റി ക്ലോക്ക് വൈസ്. ഞാൻ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ രണ്ടും ലെഫ്റ്റിലേക്ക് കൺസിഡർ ചെയ്തു. മൊമെൻറ്റ് ഇക്വേറ്റ് ചെയ്തപ്പോൾ എനിക്ക് FDB, അതായത് താഴത്തത് എനിക്ക് 10 kN ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കിട്ടി. പിന്നെ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തപ്പം മുകളിലത്തത് എനിക്ക് -10 കിട്ടി. ദാറ്റ് മീൻസ് നമ്മൾ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ്, അതായത് റൈറ്റ് സൈഡിലേക്ക് കൺസിഡർ ചെയ്യുക. അതാണ് റൈറ്റ് സൈഡിലേക്ക് എടുത്തേക്കുന്നത്.
അതുപോലെ താഴത്തെ 2 കോളം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് FCEയും FECയും കിട്ടും. അതിൻ്റെ ഡയറക്ഷൻസും നമ്മൾ കാണിക്കണം. ആ ഫിഗർ അവർ കാണിച്ചിട്ടില്ല. എന്തായാലും നമുക്കതിൽ നിന്ന് കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് FBD കിട്ടി, FAC കിട്ടി, FCA കിട്ടി, FDB കിട്ടി. അപ്പം നിങ്ങൾ വരയ്ക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഇതാണ് സെൻറ്ററിലുള്ള പോയിൻ്റാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷന് തൊട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിലേക്കും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷന് തൊട്ട് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും വേണം വരയ്ക്കാനായിട്ട്. കാരണം നമുക്ക് കിട്ടിയ ഡയറക്ഷൻസ് അങ്ങനെയാണ്. സോ ഈ പോയിന്റിൽ നിന്നും തൊട്ട് മുകളിൽ റൈറ്റിലേക്ക് 10, ഈ പോയിന്റിൽ നിന്നും തൊട്ട് താഴെ ലെഫ്റ്റിലേക്ക് 10. ഇങ്ങനെ നിങ്ങൾ ഫിഗർ വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന എല്ലാ വാല്യൂസും വെച്ചിട്ട് നമ്മൾ ഫിഗർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഇവിടെ അവർ ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പം അത് ഫിഗർ കംപ്ലീറ്റ് ആണ്. ഞാനൊരു ഹോംവർക്ക് കൂടെ തരും, ഒരു അസൈൻമെൻറ്റ് കൂടെ തരും. ഓക്കെ, അപ്പം ഇത്രയും വരെ എല്ലാവർക്കും ക്ലിയർ ആയോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റെക്കോർഡിംഗ് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അത് ചോദിച്ചാൽ മതി. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർത്തിരുന്നാൽ മതി. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഏതാണെന്നുള്ളത് മനസ്സിൽ ഓർത്തോർത്ത് പോയാൽ മതി. ഓക്കെ, ഇനി നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് എങ്ങോട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതിൻ്റെ ആ പോയിന്റിനെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എടുക്കണം. ഏത് പോയിന്റാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിന് സെൻറ്റർ പോയിന്റ് ആക്കി വെച്ചുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കിട്ടും. ഇത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ആണ്. ഇപ്പോൾ ഇത് 20 kN കിട്ടി, ഇവിടെയും 20 കിട്ടി, തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് 20 ആണ്, ഇത് 20 ആണ്, തമ്മിൽ ജോയിൻ ചെയ്യുക. ഹലോ, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു 10 മിനിറ്റ് വരുമ്പോൾ ഞാൻ വരിക. ഹലോ, എനിക്കൊരു കോൾ വന്നപ്പോഴത്തേക്കും കട്ടായി പോയതാ. ഞാൻ ഈ ഫിഗർ വരയ്ക്കുന്നത് കേട്ടായിരുന്നോ പറഞ്ഞത്? അപ്പം ജസ്റ്റ് നമ്മൾ ഇപ്പം ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് താഴോട്ടുള്ള പോർഷൻ, ഇപ്പം കോളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റ് സെന്റർ പോയിന്റ് ആക്കി വെച്ചിട്ട് പ്രസന്റേഷൻ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, കാണാമല്ലോ.
ആ കാണാം സാർ. ഓക്കെ, നമ്മൾ ഈ ഒരു കോളം കൺസിഡർ ചെയ്താൽ, മുകളിലത്തെ കോളം കൺസിഡർ ചെയ്താൽ, ഇപ്പോൾ എനിക്ക് എഫ് എ സി ആണ് വരയ്ക്കാനുള്ളതെങ്കിൽ എഫ് എ സി എന്ന് പറയുമ്പോഴത്തേക്കും എ ആണ് എൻ്റെ സെൻറ്റർ പോയിൻറ്റ്. എ സെൻറ്റർ പോയിൻ്റ് ആക്കി വെച്ചുകൊണ്ട് സിയിലേക്ക് നോക്കുക. എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരിക. അപ്പം ഇവിടെ 20 മാർക്ക് ചെയ്യുക ആദ്യം. സോ ഇവിടെ 20 മാർക്ക് ചെയ്തു. ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ 20 മാർക്ക് ചെയ്തു ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഈ 20യും ഈ 20യും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. അത് കോളത്തിൻ്റെ കേസിൽ. ഇനി ഈ ബീം എടുക്കുമ്പോൾ നമുക്കറിയാം, ഈ ബീമിൽ ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം എ സി എടുക്കുക, എ ബി, ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നും ബിയിലേക്ക് നോക്കി. എന്നിട്ട് ഇതിനെ സെൻറ്റർ പോയിൻ്റ് ആക്കി വെച്ചിട്ട് ഞാൻ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഇവിടെ വരച്ചു. സോ 20 ഇവിടെ മാർക്ക് ചെയ്തു, 20 കിലോമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടുന്ന് ഞാൻ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് മുകളിലേക്ക് വരച്ചു, 20 മുകളിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 20യും ഈ 20യും തമ്മിൽ ജോയിൻ ചെയ്തു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെയാണ് ഓരോ മൊമെൻറ്റും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇല്ല, ക്ലിയർ ആയില്ല സാർ. അത് പിന്നെ ഒന്നുകൂടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു 60 കിലോമീറ്റർ നോക്കിയോ, നമുക്കറിയാം ഇവിടെ ഈ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടിയ മൊമെൻ്റ് എന്ന് പറയുന്നത് കോളത്തിൽ കിട്ടിയ മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 20 കിട്ടി. ജോയിൻ ബിയിൽ നമുക്ക് 20 കിട്ടി. ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ ജോയിൻ സിയിൽ എം സി എന്ന് പറയുന്നത് 60 കിട്ടി. ഇവിടെയും 60 കിട്ടി. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും സിയും ഇ സിയും ആണ് 60 -60. സി എന്ന് പറയുന്നത് എങ്ങോട്ടാ? ഇത് സി, ഇത് ഇ. ഞാനിവിടെ ഇവിടെ അവർ മാർക്ക് ചെയ്തിട്ടില്ല. ഇത് പോയിൻ്റ് സി, ഇത് പോയിൻ്റ് ഇ. എം സി എന്ന് പറയുന്നത് -60ആണ്. അതായത് എം സി എന്ന് പറയുമ്പം സി സെൻറ്റർ പോയിൻ്റ് ആക്കി വയ്ക്കുക, ഇയിൽ നമ്മൾ പെൻസിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു കോമ്പസ് വരയ്ക്കുന്നതായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെൻറ്റർ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് വരയ്ക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലോട്ടല്ലേ പോകുന്നത്, ഇങ്ങനെയല്ലേ പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ. അപ്പം നെഗറ്റീവ് സൈൻ മീൻസ് ഇറ്റ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അപ്പം ഈ പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങോട്ട് പെൻസിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് പോകും. സോ മുകളിലേക്ക് 90 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ 60 മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 60 കിലോമീറ്റർ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ എം ഇ സി എന്ന് പറയുമ്പോൾ ഈ സെൻറ്റർ പോയിൻ്റ് ആക്കി വെച്ചു, പെൻസിൽ ഇവിടെ വെച്ചു, ആൻറ്റി ക്ലോക്ക് വൈസ് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പം 90 ഡിഗ്രി എടുത്ത് ഞാൻ ഇവിടെ 60 മാർക്ക് ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്നിട്ട് ഈ 60യും തമ്മിൽ അങ്ങ് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തു. അതാണ് ഈ ഒരു കോളത്തിൽ. അതുപോലെ ഈ കോളം വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി ആൻറ്റി ക്ലോക്ക് വൈസ് വരച്ചപ്പോൾ ഇവിടെ പോയിന്റ് വന്നു. ഇനി ഇവിടുന്ന് മുകളിലേക്ക് നോക്കി ആൻറ്റി ക്ലോക്ക് വൈസ് വരച്ചപ്പം ഇവിടെ പോയിന്റ് വന്നു. അപ്പം ഈ 60യും തമ്മിൽ ജോയിൻ ചെയ്യപ്പം താഴത്തെ കോളത്തിൻ്റെ ആയി. അപ്പം ഈ രണ്ട് കോളത്തിലും ഒരുപോലെ തന്നെ ഡയഗ്രാം വരും. ഇനി ഫോർ എക്സാമ്പിൾ ഈ ബീം എടുത്തു കഴിഞ്ഞാൽ, ഈ താഴത്തെ ബീം എടുത്തു കഴിഞ്ഞാൽ, ബോട്ടം ബീം എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നത് 80 kN/m ക്ലോക്ക് വൈസ് ആണ്. കോളത്തിലുള്ള ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ബീമിനകത്ത് 80 kN/m ക്ലോക്ക് വൈസ് ആണ്. സോ ഞാൻ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് നോക്കി ക്ലോക്ക് വൈസ് വരയ്ക്കുമ്പോൾ താഴെ വരും 80. അതുപോലെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് നോക്കി ക്ലോക്ക് വൈസ് വരയ്ക്കുമ്പോൾ മുകളിൽ വരും 80. അപ്പം ഈ 80 എന്ന് പറയുന്ന പോയിന്റും ഈ 80 എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. അതാണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ?
ആ സാർ ക്ലിയർ ആയി. ബാക്കി ഗേൾസൊക്കെ? എന്തായാലും ഞാൻ റെക്കോർഡിങ്ങും കൂടെ എന്തായാലും ഇടുന്നുണ്ട്. ഇന്ന് ആരാണ് ആബ്സെൻറ്റ്? സാജിദ ആരാ ആബ്സെൻറ്റ്? എനിക്ക് മെസ്സേജ് അയക്കണേ. അയക്കാം സാർ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്നും കൂടി ഈ റെക്കോർഡിംഗ് എടുത്ത് കാണും. ഞാൻ ഇന്ന് തന്നെ ഈ റെക്കോർഡിംഗ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഒന്നും കൂടി റെക്കോർഡിംഗ് എല്ലാം എടുത്ത് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ താങ്ക് യു.